അങ്ങനെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ തടങ്കലിലായിരുന്ന നേതാജി അവരുടെ കണ്ണ് വെട്ടിച്ച് അത്ഭുതകരമായി ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് ഈ കാറിൽ നിന്നാണ്. അന്ന് അദ്ദേഹത്തെ സഹായിച്ചത് ശിശിർ കുമാർ ബോസ് എന്ന അദ്ദേഹത്തിൻ്റെ അനന്തരവനായിരുന്നു. ഈ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഭവനമാണ്. 3 നിലകളിലായി പ്രൗഢിയോടെ നിൽക്കുന്ന വീട്. നേതാജിയുടെ ത്യാഗോജ്വലവും അതിസാഹസികതയും വിപ്ലവകരമായ പ്രവൃത്തികളും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യലബ്ധിയിൽ വഹിച്ച പങ്കും ഏതൊരു ഭാരതീയനെയും അഭിമാനത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ എത്തിക്കുന്നതാണ്. വിപ്ലവകാരികളുടെ രാജകുമാരൻ എന്നാണ് ഗാന്ധിജി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. വളരെ പ്രയാസമേറിയ ICS പരീക്ഷ പാസ്സായ നേതാജി അത് വേണ്ട എന്ന് വെച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടിയ കഥ. ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ തീക്കനൽ ജനങ്ങളിൽ ആളിക്കത്തിച്ച അസാമാന്യ ധിഷണാശാലിയുടെ കഥ. സ്വന്തം നിലനിൽപ്പ് തന്നെ ഭീഷണിയാകും എന്ന് കണ്ട് ബ്രിട്ടീഷുകാർ മ്യാൻമാറിലെ തടങ്കലിൽ വർഷങ്ങളോളം വെളിച്ചം കാണാതെ പാർപ്പിച്ചതിൻ്റെ കഥ. വീണ്ടും തിരിച്ചെത്തി കോൺഗ്രസ് പ്രസിഡൻ്റായ കഥ. ബ്രിട്ടനിൽ കാലുകുത്തരുതെന്ന് ഉത്തരവിൽ കഴിഞ്ഞ നാളുകളിൽ നിന്ന് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി നേതാജി അവിടെ ചെന്ന് ആയിരങ്ങളുടെ കരഘോഷം ഏറ്റുവാങ്ങിയ കഥ. പിന്നീടെപ്പോഴോ കൂടെ നിന്നവരുടെ മുൾമുനയേറ്റ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് സ്വാതന്ത്ര്യത്തിനായി ധീരമായി പോരാടിയതിൻ്റെ കഥ. ആ പോരാട്ടത്തിൻ്റെ തീക്ഷ്ണത താങ്ങാനാവാതെ ബ്രിട്ടീഷുകാർ വീണ്ടും ജയിലിലടച്ച കഥ. ആ ജയിലിൽ നിരാഹാരം കിടന്ന് മൃതപ്രായനായപ്പോൾ അദ്ദേഹത്തിന് ഐക്യദാർഢ്യമായി ഭാരതത്തിന് ഉണ്ടായ പ്രതിഷേധം കണക്കിലെടുത്ത് ജയിലിൽ നിന്ന് വീടുതടങ്കലിലാക്കിയ മാറ്റിയ കഥ. അവിടെ നിന്ന് ബ്രിട്ടീഷുകാരുടെ കണ്ണുവെട്ടിച്ച് സിയാവുദ്ദീനായി വേഷം മാറി അവിടെ നിന്ന് പെഷവാറിലേക്കും പെഷവാറിൽ നിന്ന് കാബൂളിലേക്കും കാബൂളിൽ നിന്ന് ഒർലാൻഡോ മസോട്ട ആയി റഷ്യയിലേക്കും അവിടെ നിന്ന് ജർമ്മനിയിലേക്കും പോയ കഥ. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ സൂര്യനസ്തമിച്ച സമയത്ത് എല്ലാവരെയും കബളിപ്പിച്ച് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട കഥ. ജർമ്മനിക്ക് സഹായിക്കാൻ പറ്റില്ലെന്നും എന്നാൽ ആ സമയത്ത് ജപ്പാൻ സിംഗപ്പൂരിൽ നിന്ന് ബ്രിട്ടീഷുകാരെ തുരത്തിയ സമയത്ത് നോക്കി ജർമ്മനിയുടെയും ജപ്പാൻ്റെയും സഹായത്തോടെ സബ്മറൈനിൽ രക്ഷപ്പെട്ട് ജപ്പാൻ്റെ തീരത്തണഞ്ഞ അതിസാഹസികതയുടെ കഥ. അവിടെ നിന്ന് സിംഗപ്പൂരെത്തി INA-യുടെ നേതൃത്വം ഏറ്റെടുത്ത കഥ. ആയിരക്കണക്കിന് വരുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ അഭിസംബോധന ചെയ്ത് നിങ്ങളെനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതിൻ്റെ കഥ. അവിടെ നിന്ന് പടനയിച്ച് മ്യാൻമാർ വഴി മണിപ്പൂരിലെത്തി ഇംഫാൽ കീഴടക്കിയ കഥ. ശക്തമായ ചെറുത്തുനിൽപ്പിനൊടുവിൽ 3 മാസത്തിന് ശേഷം പിന്മാറേണ്ടി വന്ന കഥ. ഒടുക്കം അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ജപ്പാനിൽ അണുബോംബിട്ട് ലോകം മുഴുവൻ കീഴടക്കുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ നിർവികാരതയോടെ നിന്നതിൻ്റെ കഥ. എന്തായിരുന്നു ഭാരതത്തിൻ്റെ ആ ധീര വിപ്ലവകാരിയുടെ മനസ്സിൽ? ലോകം മുഴുവൻ തനിക്കെതിരാകുമ്പോൾ, സ്വന്തം രാജ്യത്തിൽ പോലും കാലുകുത്താനാകാതാകുമ്പോൾ, ഒരുപക്ഷെ രാജ്യത്തിനു വേണ്ടി സർവ്വതും ത്യജിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയായ ജർമ്മൻകാരിയായ എമിലി ഷെങ്കലും പ്രിയപുത്രിയായ അനീറ്റയും ഹൃദയത്തിൽ ഒരു തീരാനോവായി ഉണ്ടായിരുന്നിരിക്കണം. അതിലുപരിയായി ഭാരതാംബയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള കനൽ തീയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവും വേദനിക്കുന്നുണ്ടായിരുന്നിരിക്കണം.